ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ തുടങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണെങ്കിലും നീറ്റ് ആസ്പിറൻസിന് കുറച്ച് ടെൻഷനൊക്കെ ആയിരിക്കുമല്ലേ? എനിക്കങ്ങനെയാണ്. കാരണം നമ്മുടെ എക്സാമിങ് അടുത്തെത്തിന് കഷ്ടിച്ച് 4 മാസമായി. ഇനിയുള്ള ഈ ഒരു സമയമാണ് ഭയങ്കര ക്രൂഷ്യൽ സമയം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ബ്രില്യൻറ്റിലാണെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, സിലബസ് ഫുള്ള് കംപ്ലീറ്റായി. മോഡൽ എക്സാം തുടങ്ങുന്ന ഒരു ഗ്യാപ്പാണിത്. മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 എക്സാം ഉണ്ട്, കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ക്യുമുലേറ്റീവായിട്ടൊരു ടെസ്റ്റ് പോലെ. അപ്പം അതിനുള്ള സമയമാണിത്. അപ്പം എല്ലാവരുടെയും സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു? എൻ്റെ ഈ എക്സാമിൻ്റെ ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ അതേ ഷെഡ്യൂൾ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ അതിനകത്തുനിന്ന് വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തുന്നില്ല. അപ്പോൾ മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഈ ക്യുമുലേറ്റീവ് ടെസ്റ്റിന് പഠിക്കണം. മാത്രമല്ല, നമുക്ക് കുറച്ച് വീക്കായിട്ടിരിക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടാകുമല്ലോ, പഠിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല, ഭയങ്കരമായി മറന്നു പോകുന്നു. ആദ്യമേ പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ ഓർമ്മ കിട്ടില്ല, ദാറ്റ് ഈസ് നോർമൽ. അതല്ലാണ്ട് എത്ര പഠിച്ചിട്ടും ഇങ്ങോട്ട് റെഡി ആവുന്നില്ല എന്നുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒന്നുകൂടി നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ എനിക്ക് റിയാക്ഷൻ മെക്കാനിസം, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ്, റേ ഒപ്റ്റിക്സ്, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം ഒന്നുകൂടി നോക്കണം. പിന്നെ മോർഫോളജിയിലെ ഫാമിലീസ് നമ്മുടെ മോഡൽ എക്സാമിന് മുന്നേ ഒരു 60-70% ആക്കി വെച്ചാൽ മോഡൽ എക്സാമിൻ്റെ റിവിഷന് നമുക്കത് ഏകദേശം നല്ലൊരു ഇതിലെത്തിക്കാൻ ഒക്കും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ കൂടെ ഈ ക്യുമുലേറ്റീവ് ടെസ്റ്റിനും പഠിച്ചു പോകണം. ഇപ്പം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത് ഓസിലേഷൻസ് ആണ്. ഓസിലേഷൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്ത്. അത് ചന്ദ്രലാൽ സാറിൻ്റെ ക്ലാസ്സാണ്. സാറിൻ്റെ ക്ലാസ് കുറച്ച് ലെങ്തിയാണ്. അപ്പം പൊതുവേ ആ ചാപ്റ്റേഴ്സിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികം പറ്റാറില്ല വീക്കിലി എക്സാമിൻ്റെ സമയത്ത്. അപ്പം ഞാൻ ഓസിലേഷൻസ് ആണ് ആദ്യമേ ചെയ്യുന്നത്. ഞാൻ സൈലത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസൊക്കെ നല്ല സിമ്പിളായിരുന്നു. ഒരു 89 ക്വസ്റ്റ്യൻസ് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നല്ല സിമ്പിൾ, നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം നോട്ട് റിവൈസ് ചെയ്യലും ക്വസ്റ്റ്യൻസും കൂടി ഏകദേശം ഒരു 3 hours എടുത്തിട്ടുള്ളൂ. പക്ഷേ നോട്ട് റിവൈസ് ചെയ്യാൻ അത്യാവശ്യം കുറച്ചധികം സമയം എടുത്തു. സാറിൻ്റെ നോട്ട് നല്ല ഇലാബറേറ്റ് ആണ്. അപ്പോൾ ഞാനത് ഓരോന്നും റിവൈസ് ചെയ്തു. സാറ് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസൊക്കെ റിവൈസ് ചെയ്തു. അപ്പം ടോട്ടൽ ഒരു 120 ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം അങ്ങനെ തന്നെ സൈലത്തിലെ മെറ്റീരിയൽ പ്ലസ് നോട്ടിലേയും കൂടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ 3 മണിക്കൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ ആരെങ്കിലും പോമോഡോറോ ടെക്നിക്കൊക്കെ വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അതിനകത്ത് 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ്സ് പഠിക്കുക, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, അങ്ങനെയാണ്. പക്ഷേ നമുക്ക് 3.5 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് എക്സാം എഴുതണം. അപ്പോൾ നിങ്ങളുടെ ഓരോ സ്റ്റഡി ചങ്ക്സും 3 മണിക്കൂർ 3.5 മണിക്കൂർ ആക്കാൻ ശ്രമിക്കുക. കുറച്ച് ടൈമിൽ ഇപ്പം 25 മിനിറ്റൊന്നും എനിക്ക് ഒരിക്കലും വർക്കായിട്ടില്ല. കാരണം നമ്മളൊന്ന് ഇരുന്ന് സെറ്റിലായി വായിച്ചെടുക്കുമ്പോൾ തന്നെ 25 മിനിറ്റ് ആകും. അപ്പോൾ അത് ബ്രേക്കിൻ്റെ ടൈമായി. അതൊന്നും എനിക്ക് ഒരിക്കലും വർക്കായിട്ടില്ല. പക്ഷേ ഞാനൊരു 2 hours ആയിരുന്നു ഇത്രയും നാളും ടൈമർ വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് 3 hours ആക്കിയിട്ടുണ്ട്. 3 hours 3.5 hours ഒരേ ഫോക്കസിലിരുന്ന് നമുക്ക് എക്സാം എഴുതേണ്ടതാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ്ങിനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ ആ 2 മണി തൊട്ട് 5:30 വരെയുള്ള ടൈമിൽ വേറെ ഒന്നും ചെയ്യരുത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ എടുക്കുക. റാദർ ദാൻ ഈ NCERT വായിക്കലോ അല്ലെങ്കിൽ വേറെ തിയറി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ തന്നെ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ചെയ്യുന്നതെങ്കിലും ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടി തന്നെ എടുക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിൻ്റെ ക്വസ്റ്റ്യനും കൂടി ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഞാൻ NCERT വായിച്ചിട്ടുള്ളൂ. NCERT ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസ് ആണ് വീണ്ടും വായിക്കുന്നത്. പിന്നെ NCERTയിലെ പ്രോബ്ലംസും ബാക്ക് എക്സസൈസൊക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും റിവിഷൻ പ്ലാൻ എങ്ങനെയാണ് നമ്മുടെ മോഡൽ എക്സാംസിന് വേണ്ടിയുള്ളത്? അതായത് മോഡൽ എക്സാംസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തോ? എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ ബ്രില്യൻറ്റിൻ്റെ അതേ ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്യുക. അത്യാവശ്യം ആഴ്ചയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ പഠിക്കാൻ ഒരു സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ എനിക്കധികം പെൻഡിങ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം അവർ തരുന്ന ആ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്യാറുള്ളത് ആദ്യമത്തെ നമ്മുടെ യൂണിറ്റ് വൈസ് ടെസ്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ യൂണിറ്റ് വൈസ് ടെസ്റ്റുകളിൽ ഷോർട്ട് നോട്ട് അല്ലാണ്ട് നോട്ട് തന്നെ റിവൈസ് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ നമുക്ക് എക്സാമിൻ്റെ തലേദിവസം പ്രിപ്പറേറ്ററി മോഡലുണ്ട്.
അത് എഴുതും, പിന്നെ എക്സാം എഴുതും. അപ്പോൾ തന്നെ വിൽ ബി ഗെറ്റിംഗ് എ ഹ്യൂജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം അതായിരിക്കും ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ യൂണിറ്റ് വൈസ് 2 യൂണിറ്റ് ചേരുക, അല്ലെങ്കിൽ +1 ഫുള്ള് +2 ഫുള്ള്, അങ്ങനെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും ഞാൻ നോട്ട് റിവൈസ് ചെയ്യാണ്ട് എൻ്റെ ഷോർട്ട് നോട്ടായിരിക്കും റിവൈസ് ചെയ്യുന്നത്. അതാകുമ്പം ഒരു ചാപ്റ്ററിൻ്റെ റിവിഷൻ ഒരു 5-10 മിനിറ്റിലൊക്കെ തീരും. അപ്പോൾ ബാക്കി നമ്മളൊരു ചാപ്റ്ററിന് 3 മണിക്കൂർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഫുൾ ടൈം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനെടുക്കാം. പക്ഷേ തുടക്കത്തിലൊക്കെ നോട്ട് റിവൈസ് ചെയ്യണം. കാരണം നമ്മൾ നോട്ടിലുള്ള എല്ലാ പോയിൻറ്റും ഷോർട്ട് നോട്ടിൽ എഴുതത്തില്ല. അപ്പോൾ എപ്പോഴെപ്പോഴും ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്താൽ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ് മിസ്സാകാൻ ചാൻസ് ഉണ്ട്. സോ ആദ്യമേ നോട്ട് കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക, അതിനുശേഷം ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ലാസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ വായിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും കൂടുന്നത്. നമ്മളെല്ലാം മറന്നു പോകുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും എസ്പെഷ്യലി ബയോളജിയും കെമിസ്ട്രി തിയറി ചാപ്റ്റേഴ്സൊക്കെ വീണ്ടും വായിക്കാൻ തോന്നും. പക്ഷേ ഒബ്വിയസ്ലി വീണ്ടും വായിക്കണം, പക്ഷെ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യണം. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണത്. ഞാൻ ലാസ്റ്റ് ഇയർ ഈ അവസാന ടൈമിലേക്ക് വെക്കുമ്പോൾ നമുക്കെല്ലാം വായിച്ച് തീർക്കണം, എല്ലാം ഓർമ്മ വെത്തണം എന്നുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ വായിക്കുന്ന ആ ഒരു ധൃതിയിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം കിട്ടാറില്ലായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഫിസിക്സാണ് കൂടുതൽ ചെയ്യുന്നത്. ബയോളജിയുടെയും കെമിസ്ട്രിയുടെ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യരുത്, നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു ടിപ്പ്, നമ്മളിപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ നാൾക്ക് മുന്നേ പഠിച്ച ഒരു ചാപ്റ്ററോ എന്താണെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യാൻ എടുക്കുമ്പം ആദ്യമേ തന്നെ കയറി ടെക്സ്റ്റ് വായിച്ച് അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഓർമ്മയുണ്ടോ ഇല്ലേന്ന് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. ദാറ്റ് ഈസ് ആക്റ്റീവ് ലേണിംഗ്. നമ്മൾ ചുമ്മാ വായിക്കുന്നത് പാസീവ് ലേണിംഗ്. അപ്പോൾ നമുക്കെല്ലാം ഓർമ്മയുണ്ടോയെന്നൊരു തോന്നലേ വരത്തുള്ളൂ. പക്ഷേ നമ്മൾ ആക്റ്റീവ് ലേണിംഗ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഓർത്ത് കഷ്ടപ്പെട്ടെടുക്കണം. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറ്, എനിക്ക് ഈ റിയാക്ഷൻ മെക്കാനിസമൊക്കെ ചാപ്റ്റർ എനിക്ക് നല്ല ടഫാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി കുറച്ച് നാൾക്ക് മുന്നേ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ റിവൈസ് ചെയ്യാൻ എടുക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ ബ്രില്യൻ്റ് ആപ്പിലെ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ചെയ്യും, വായിക്കുന്നതിനൊക്കെ മുന്നേ. ലെവൽ 1 ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസിയാണ് കമ്പാരിറ്റീവ്ലി. മാത്രമല്ല നമുക്കത് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ. അങ്ങനെ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം ഒരു 130 എണ്ണം ചെയ്തു. അപ്പോൾ തന്നെ ഏകദേശം ആ ചാപ്റ്ററിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഓർത്തെടുത്തു. പക്ഷേ ഈ 130-ൽ കുറേ നെഗറ്റീവ്സൊക്കെ വരും കേട്ടോ. അതൊന്നും മൈൻഡാക്കണ്ട, നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏതൊക്കെ ഭാഗം ഓർമ്മയുണ്ട്, ഏതൊക്കെ ഭാഗം ഓർമ്മയില്ല. ചിലതൊന്നും ഒരു പരിചയം പോലും തോന്നത്തില്ല ക്വസ്റ്റ്യൻ കാണുമ്പോൾ. എന്നിട്ട് വീണ്ടും ആ ഓർമ്മയില്ലാത്ത ഭാഗം വായിച്ചാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് മൊത്തം വായിക്കും. അപ്പോൾ നമുക്ക് ഈ സമയമില്ലാത്ത സമയത്തൊക്കെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യണം. എസ്പെഷ്യലി ലാസ്റ്റ് ടൈമിലൊക്കെ. ഇപ്പോൾ നമ്മൾ +2 ലാസ്റ്റ് യൂണിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ +1 ഏതെങ്കിലും ഒരു സാധനം മറന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ആ ടൈമിൽ അതെടുത്ത് വായിക്കാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ഏത് പോർഷനാണ് മറന്നു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ആ പോർഷൻ എടുത്ത് വായിക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മാത്രമല്ല നമുക്ക് വായിക്കാൻ മടിയുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്യാം. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ റിവിഷൻ അല്ലെങ്കിൽ മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക.